Welcome to Competitive Cracker. അപ്പൊ എല്ലാവരും ഇങ്ങനെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ നമ്മുടെ ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള സെറ്റ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും. കുറെ ആളുകളൊക്കെ ആൻസർ കീ ഒക്കെ നോക്കി യെസ് നമ്മൾ എല്ലാവരും സെറ്റ് റെഡി ആയി ക്രാക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ടാവും. കുറച്ച് പേരെങ്കിലും അല്ലേ സെറ്റ് നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ മടിയൊന്നും പിടിച്ചിങ്ങനെ എവിടെയും ചടച്ചുകൂടി ഇരിക്കുന്ന ഒരു ടൈം ഒന്നും അല്ല. അപ്പൊ നമ്മൾ ഇനി ജൂണിൽ നമ്മുടെ അടുത്തതായിട്ടുള്ള ഒരു സെറ്റ് എക്സാമും കൂടെ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ് ഇനിയിപ്പോ വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെറ്റ് എക്സാം എഴുതുക, ഒരു സ്കൂൾ ടീച്ചർ ആയിട്ട് കയറുക എന്നൊക്കെ പറയുന്ന സ്വപ്നമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് പഠിക്കുക, ഈ ഒരു സെറ്റ് എക്സാമിന് നമുക്ക് ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ഹിന്ദിയിൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും മിസ് വീണ്ടും ഒന്നും കൂടെ നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അപ്പൊ എന്റെ പേര് ഹരിത എന്നാണ്. അപ്പൊ ഈ ഉള്ള നമ്മുടെ സെറ്റിന്റെ ജേർണിയിൽ ഹിന്ദി എക്സാം നമ്മൾ അടിപൊളി എഴുതാനായിട്ട് നിങ്ങളുടെ കൂടെ ഇനി ഞാനും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സെറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, ഹിന്ദി ഭാഷ ഓർ ഉസ്കാ വികാസ്. ഹിന്ദി ഭാഷയുടെ അല്ലെ നമ്മുടെ ഹിന്ദി ഭാഷ എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അത് എങ്ങനെയൊക്കെയാണ് വികാസം സംഭവിച്ചത്, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. നോക്കൂ, ഹിന്ദിക്ക് ഐതിഹാസിക് പൃഷ്ഠഭൂമി. ഹിന്ദി നമ്മുടെ ഒരു ഭാഷ ഇങ്ങനെ ഡെവലപ്പ് ആയി വരുന്ന സമയത്ത് എവിടെയൊക്കെ എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഐതിഹാസികപരമായിട്ട് അല്ലെ ായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ടുകളിലൂടെയാണ് നമ്മുടെ ഭാഷ കടന്നുപോയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പ്രാചീൻ ഭാരതീയ ആര്യ ഭാഷയെ, പ്രാചീനമായിട്ട് നമ്മുടെ ഹിന്ദിയിൽ എന്തൊക്കെ ഒരുപാട് പ്രാചീന ഭാഷകൾ ഉണ്ടായിട്ടുണ്ട്, ആ ഭാഷകളെ കുറിച്ച്. മധ്യകാലീൻ ഭാരതീയ ആര്യ ഭാഷയെ അല്ലെ, മധ്യകാലത്തിൽ ഒരുപാട് ഭാരതീയ ഭാഷകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച്. പാലി, പ്രാകൃത്, ശൈരസേനി, अर्धमागधी, मागधी, अपभ्रंश और उनकी विशेषताएं. अपभ्रंश, अवहट और पुरानी हिंदी का संबंध, आधुनिक भारतीय आर्य भाषाएं और उनका വർഗീകരൺ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രാചീനമായിട്ടും അതുപോലെ തന്നെ ആധുനികമായിട്ടും ഒരുപാട് ഭാഷകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആ ആധുനികമായിട്ടുള്ള ഭാരതീയ ആര്യ ഭാഷകളും അതിന്റെ ആ ഒരു വർഗീകരണം ഏതൊക്കെ രീതിയിലാണ് അത് വേർതിരിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ച് നല്ല ഗംഭീരമായിട്ട് വെക്കേണ്ടതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏത് പോർഷൻ ആണ് നോക്കാനുള്ളത് നോക്കിക്കോളൂ. ഹിന്ദി കാ ഭൗഗോളിക് വിസ്താർ, ഹിന്ദി की ഉപഭാഷയെ. ഒരു ഭാഷയിൽ ഒരുപാട് ഉപഭാഷകളും ഒരുപാട് ബോലികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന ഉപഭാഷകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഷകൾ വരുന്നുണ്ട്, അതിൽ എന്തൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ നോക്കിക്കോളൂ, പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, രാജസ്ഥാനി, बिहारी तथा पहाड़ी वर्ग और उनकी बोलियां, खड़ी बोली, ब्रज और अवधि की विशेषताएं. ഒരുപാട് ഭാഷകളുണ്ട് അല്ലെ നമ്മുടെ ഹിന്ദിയിൽ. നമുക്കറിയാം, നമ്മൾ നമ്മുടെ ഹിന്ദിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഭാഷകൾ കാണാൻ സാധിക്കാറുണ്ട്. ഈ പറയുന്ന ഖടി ബോലി ആണെങ്കിലും ബ്രജ് ഭാഷയാണെങ്കിലും അവധി ഭാഷയാണെങ്കിലും അല്ലെ. അപ്പൊ ഈ ഓരോരോ ഭാഷയ്ക്കും വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള വിശേഷതകളുണ്ട്. ആ വിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഖടി ബോലി ഭാഷയുടെ വിശേഷത എന്താണ്, അതുപോലെ അവധി ഭാഷയുടെ വിശേഷത എന്താണ്, ബ്രജ് ഭാഷയുടെ വിശേഷത എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാം, എഴുതാനൊക്കെ സാധിക്കും. ബാക്കി നോക്കാം. ഹിന്ദിക്ക് വിവിധ രൂപ, ഹിന്ദി, ഉറുദു, ദക്കിനി, ഹിന്ദുസ്ഥാനി. ഹിന്ദിയുടെ ഭാഷയ്ക്ക് ഒരുപാട് രൂപങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന
ഇപ്പൊ നമ്മൾ വായിക്കുന്ന രീതിയിൽ ഹിന്ദി എത്താനായിട്ട് ഒരുപാട് കാലം എടുത്തിട്ടുണ്ട്. പല പല ബോലിയും ഭാഷകളും ഉപഭാഷകളും അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്ന രീതിയിലുള്ള ഭാഷ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് ഭാഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, ആ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ബാക്കി हिंदी का भाषिक स्वरूप, हिंदी की स्वनिम व्यवस्था, गद्य और गद्येतर हिंदी ध्वनियों के वर्गीकरण का आधार, हिंदी शब्द रचना, उपसर्ग, प्रत्यय, समास, हिंदी की रूप रचना, लिंग, वचन और कारक व्यवस्था के संदर्भ में संज्ञा, सर्वनाम, विशेषण और क्रिया रूप हिंदी वाक्य रचना. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഒരു ഭാഷ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കണം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ആ ഒരു ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? അതിലെ ലിംഗ് പഠിക്കണം, വചൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. എങ്ങനെയാണ് നമ്മൾ ആ ലിംഗ്, പുല്ലിംഗ്, സ്ത്രീലിംഗ് ഏതാണ്, ബഹുവചൻ, ഏകവചൻ എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് തെറ്റായിട്ടൊക്കെ സെന്റൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സെന്റൻസ് അല്ലെങ്കിൽ ഏതാണ് തെറ്റായിട്ടുള്ള സെന്റൻസ്, അങ്ങനെയൊക്കെ അല്ലെ. ഈ ഒരു സെന്റൻസ് തന്നിട്ട് ഇത് ഏതാണ് സർവനാമം വരുന്നത്, ഈ ഒരു സെന്റൻസിൽ ഏതാണ് സംജ്ഞ വരുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സർവനാമ, അതുപോലെ നമ്മുടെ സംജ്ഞ, അങ്ങനെയുള്ള പല 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 കാര്യങ്ങൾ നമുക്ക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ വാക്യരചന അല്ലെ, നമ്മളൊരു സെന്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത് നോക്കൂ, ഹിന്ദി ഭാഷ प्रत्यय के विविध रूप, चोली, मानक भाषा, राजभाषा, राष्ट्रभाषा और संपर्क ഭാഷ. അപ്പൊ നമ്മുടെ ഹിന്ദി എന്ന് പറയുന്നത് ഹിന്ദി മാത്രമല്ല നമ്മളിപ്പോ മലയാളം സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ ഏത് ഭാഷയാണെങ്കിലും ഭാഷയ്ക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തിനാണ് ഒരു ഭാഷ ഉപയോഗിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ എന്ത് കാര്യങ്ങളാണോ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്യാനായിട്ടാണ് അല്ലെ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് പറയാണ് ഹിന്ദി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പൊ രാജഭാഷയാണ്, രാഷ്ട്രഭാഷയാണ്, സമ്പർക്ക ഭാഷയാണ് അല്ലെ. രാജഭാഷ ഒരു സ്റ്റേറ്റിന്റെ ഭാഷയാണ്, അതുപോലെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ബാങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇംഗ്ലീഷിന്റെ കൂടെ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷ കൂടെ നമ്മൾ അവിടെ കാണുന്ന ഫോമിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. സമ്പർക്ക ഭാഷയാണ്. സമ്പർക്ക ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സംവദിക്കാനായിട്ട്, അതായത് നമ്മൾ കോൺവെർസേഷൻ, നമ്മൾ സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയാണ്. പിന്നെയോ ഹിന്ദി കമ്പ്യൂട്ടർ और हिंदी की साइवांधनिक स्थिति, देवनागरी लिपि विशेषताएं और മാനവീകരൺ. നമ്മുടെ ദേവനാഗരി ലിപി അല്ലെ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു ലിപി വന്നിട്ടുണ്ട് അല്ലെ, ഭാഷ വന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ, അതിന്റെ വർഗീകരണം എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരിക എന്നുള്ളതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ഭാഷ മാനക ഭാഷയാണ്, നമ്മൾ പറഞ്ഞു, രാജഭാഷയാണ്, രാഷ്ട്രഭാഷയാണ്, സമ്പർക്ക ഭാഷയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അല്ലെ എന്താണ്, ഹിന്ദി മാത്രമാണോ ഈ രാഷ്ട്രഭാഷയും രാജഭാഷയൊക്കെ ആയിട്ട് വരുന്നത്? രാജഭാഷയായിട്ട് പ്രഖ്യാപിച്ച ദിവസം ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കൂ, ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഹിന്ദി ഭാഷയുടെ വികാസത്തിനെ കുറിച്ചാണ് അല്ലെ. ഹിന്ദി ഭാഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഹിന്ദി ഭാഷയിലുള്ള ഉപഭാഷകളും ബോലികളും ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. അതിന് കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്, ഹിന്ദി ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം, നമ്മളറിയാം എന്തൊക്കെയാണ് ആദ്യകാലുണ്ട്, അതുപോലെ നമ്മുടെ ഭക്തികാലുണ്ട്, രീതികാലുണ്ട്, ആധുനിക കാലുണ്ട്, അങ്ങനെ പല പല കാലങ്ങളായിട്ട് നമ്മുടെ സാഹിത്യത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യകാലിൽ എന്തൊക്കെയാണ് വരിക, ആദ്യകാലിൽ വരുന്ന കൃതികൾ ഏതൊക്കെയാണ്, രചനാക്കാർ, ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള രചയിതാക്കളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരുടെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ്, അവരുടെ ആ കൃതിയിൽ അവർ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, എന്ത് സ്പെഷ്യാലിറ്റി ആണ് ആ ഒരു യുഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലത്തിൽ നടന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല റെഡി ആയിട്ടില്ല ഓരോന്നും തരം തിരിച്ച് തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആദ്യം ആദികാലാണ് വരിക, പിന്നെ നമ്മുടെ ഭക്തികാല് വരുന്നുണ്ട്. അപ്പൊ ഭക്തികാല ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള രചയിതാക്കൾ ആരൊക്കെയാണ്, അവരുടെ കൃതികൾ ഏതൊക്കെയാണ്, അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. കൂടെ തന്നെ നമ്മൾ അടുത്തത് രീതികാല് വരും, ആധുനിക കാലം വരും. അങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ കാലത്തിലും ഉണ്ടായിട്ടുള്ള രചന, ആ ഒരു സമയത്ത് വന്നിട്ടുള്ള നമ്മുടെ റൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ നോക്കിക്കോളൂ, ഹിന്ദി സാഹിത്യ ഇതിഹാസ ദർശൻ, ആ ഒരു സമയത്തുള്ള ഹിന്ദി ഇതിഹാസത്തിന്റെ ഫിലോസഫി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസ ലേഖൻ കി പദ്ധതിയാം, ഈ ഒരു നമ്മുടെ ഹിസ്റ്ററി എഴുതുന്ന സമയത്തിൽ അവർ ഏതൊക്കെ പദ്ധതികളാണ് ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. ഹിന്ദി സാഹിത്യക കാൽ വിഭാജൻ ഓർ നാംകരൺ, അതിൽ തന്നെ ഒരുപാട് ആളുകളുടെ ഇടയിൽ മതഭേദം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അല്ലെ. പല ആളുകളും കാൽ വിഭാജനം ചെയ്തതല്ലേ. കാൽ വിഭാജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെ തരം തിരിച്ചു വെച്ചിട്ടുള്ളത്. ചിലർ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ അത് വേറെയാണ്, അതല്ല വേറെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ കാലത്തിനും പല പല ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകൾ പല പല ആളുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആചാര്യ ശുക്ലൊക്കെ പല രീതിയിലും നമുക്കറിയാം, ആചാര്യ പ്രസാദ് ദ്വിവേദി, പലരും പല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ അതിന്റെ നാമകരണം എന്തൊക്കെയാണ്, ഓരോ കാലഘട്ടത്തിന്റെയും ഒരു കാലവിഭാജൻ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ആരൊക്കെ നമ്മുടെ ആദ്യകാലിന് ഈ ഒരു വേറെ വേറെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആദികാൽ കി വിശേഷതായി ഏവം സാഹിത്യ കി പ്രവർത്തിയാം, ആദികാൽ അത് നമ്മുടെ ഫസ്റ്റ് കാലാണ് അല്ലെ. ആദ്യകാലം ഉണ്ടായിട്ടുള്ള വിശേഷതകൾ എന്തൊക്കെയാണ്, അതിന്റെ കൂടെ തന്നെ സാഹിത്യത്തിന്റെ പ്രവർത്തികൾ, അതിന്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ്. രാസോ സാഹിത്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യകാലം വരുന്ന സമയത്ത്. രാസകാവ്യം എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ രാസോ സാഹിത്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഒന്നും നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ആദ്യകാലീൻ ഹിന്ദി കാ ജൈന സാഹിത്യ, സിന്ധ് और नाद साहित्य, अमीर खुसरो की हिंदी कविता, വിദ്യാപതി और उनकी പദാവലി തഥാ ലൗകിക് സാഹിത്യ ഭക്തികാൽ, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് വന്നിട്ടുള്ള നമ്മൾ ആ ഒരു സമയത്ത് രചയിതാക്കള്, അവരുടെ കൃതികള്, ആ കൃതിയുടെ സ്പെഷ്യാലിറ്റികളും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ട് സെറ്റ് എക്സാം എഴുതാനും നമുക്ക് നന്നായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. भक्ति आंदोलन के उदय के सामाजिक सांस्कृतिक कारण, भक्ति आंदोलन का अखिल भारतीय स्वरूप और उसका अंत प्रदेशित वैशिष्ट्य. എന്താണ് ഭക്തി ആന്തോളൻ, നമ്മൾ ഇങ്ങനെ ആദ്യകാലം നിന്ന് ഇങ്ങനെ എന്തായിട്ടുണ്ട്, ഭക്തികാലം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഭക്തികാലത്തിന്റെ ഉദയം എങ്ങനെയാണ്, ആ സമയത്തിട്ടുള്ള സൊസൈറ്റി, അതുപോലെ തന്നെ ആ ഒരു സമയത്തുള്ള കൾച്ചറൽ ആയിട്ടുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് ഭക്തികാലം ഉദയം ഉണ്ടായത് അല്ലെ, ഭക്തികാലം ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഭക്തികാലിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് അല്ലെ, പൃഷ്ഠഭൂമി, ആൽവാർ സന്ത് എന്താണ്, പിന്നെ എന്താണ് നമ്മുടെ പ്രമുഖമായിട്ടുള്ള സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്, നിർഗുൺ സഗുൺ കാവ്യധാരനെ കുറിച്ചൊക്കെ അറിയാലോ, നമ്മുടെ ജായ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കബീറിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പൊ അവരെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരെ കുറിച്ചും നല്ല ക്ലിയർ ആയിട്ടും അവരുടെ ഏതൊക്കെ കൃതികളാണ്, ഏതൊക്കെ വർഷങ്ങളിലാണ് അതൊക്കെ എഴുതിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, റെഡി, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലമാണ് രീതികാലം. നമ്മുടെ ആദ്യകാലം പറഞ്ഞു, ഭക്തികാലം പറഞ്ഞു, അടുത്തതായിട്ട് വരുന്നതാണ് രീതികാലം. ഇപ്പൊ നമ്മുടെ രീതികാലം അതുപോലെ തന്നെ സാമാജിക് സാംസ്കൃതിക് പൃഷ്ഠഭൂമി, ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെ സാമൂഹികപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ട് എങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രീതികാലം ഉടലെടുത്തിട്ടുള്ളത്. ഓക്കെ, ഭക്തികാലിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് രീതികാലിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങള്. രീതികാൽ കി പ്രമുഖ പ്രവർത്തിയാം, ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ്, അതിൽ തന്നെ രീതിബദ്ധ, രീതി സിദ്ധ, രീതി മുക്ത് കാവ്യങ്ങൾ ഉണ്ട് അല്ലെ. മൂന്നായിട്ട് ഡിഫറെന്റ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മളൊക്കെ അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് അതിൽ ഓരോന്നിലും വരുന്ന അല്ലെ, നമ്മുടെ രീതിബദ്ധിലാണെങ്കിലും രീതി സിദ്ധിലാണെങ്കിലും രീതി മുക്തിലാണെങ്കിലും ഓരോന്നിലും വരുന്ന രചയിതാക്കള്, അവരുടെ കൃതികള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. രീതികാൽ കെ പ്രമുഖ കവി ഓർ ഉൻകാ കാവ്യ, രീതികാൽ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രചയിതാക്കള്, അവരുടെ പ്രമുഖമായിട്ടുള്ള കൃതികള്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യകാല, ഭക്തികാല്, രീതികാല്, ഈ 3 കാലഘട്ടത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതാനും നന്നായിട്ട് പഠിക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ,
യെസ്, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ ആധുനിക് കാല. നോക്കിക്കോളൂ, ഹിന്ദി गद्य का उद्भव और विकास, भारतेंदु पूर्व हिंदी घर, 1857 की क्रांति और सांस्कृतिक पुनर्जागरण, भारतेंदु और उनका युग, पत्रकारिता का आरंभ और 19वीं शताब्दी की हिंदी पत्रकारिता, ആധുനികത की അവധാരണ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ആധുനിക് കാലിൽ വരുന്നത്? ആധുനിക് കാലില് നമ്മുടെ ഭാരതേന്ദു യുഗമാണ് അല്ലെ. അപ്പൊ ഭാരതേന്ദു അവിടെ ആ ഒരു സമയത്താണ് പത്രകാരിന്റെ ഒക്കെ വളരെയധികം ഡെവലപ്പ് ആവുന്നതും ഭയങ്കര ഒരുപാട് മാസികകളും അതുപോലെ തന്നെ പത്രങ്ങളൊക്കെ അച്ചടിക്കുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ ഭാരതേന്ദു യുഗ്. അപ്പൊ ഭാരതേന്ദു യുഗിൽ തന്നെയാണ് 1857 നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ ബാറ്റിലൊക്കെ നടക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടും ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആധുനിക് കാലിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. യെസ്, അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ ദ്വിവേദി യുഗ, ഛായാവാദം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കിക്കോളൂ, ദ്വിവേദി യുഗില് മഹാവീർ പ്രസാദ് ദ്വിവേദി ഓർ ഉൻകാ യുഗാണ് അല്ലെ. അപ്പൊ നമ്മള് ദ്വിവേദി എന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രസാദ് അല്ലെ, നമ്മുടെ മഹാവീർ പ്രസാദിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു യുഗം തന്നെ ഉണ്ടായിട്ടുള്ളത്, ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. കൂടെ തന്നെ അദ്ദേഹത്തിന്റെ സരസ്വതി പത്രികയെ കുറിച്ച് നമ്മൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. രാഷ്ട്രീയ കാവ്യധാര കി പ്രമുഖ കവി, സ്വച്ഛന്ദതാവാദ് ഓർ ഉസ്കെ പ്രമുഖ കവി. അപ്പൊ സ്വച്ഛന്ദതാവാദ് വരുന്നുണ്ട് അല്ലെ, റൊമാൻറ്റിസിസം ഒക്കെ വരുന്നുണ്ട്. ആ സമയത്തിട്ടുള്ള പ്രമുഖമായിട്ടുള്ള കവികൾ ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതുപോലെ ഇമ്പോർട്ടന്റ് സംഭവമാണ് ഛായാവാദ് അല്ലെ. ഛായാവാദ്, ഛായാവാദി കാവ്യ കെ പ്രമുഖ വിശേഷിതായ ഛായാവാദ് കെ പ്രമുഖ കവി. ഒരുപാട് അല്ലെ, നമുക്കറിയാം സ്തംഭ് വരുന്നുണ്ട് അല്ലെ, ഛായാവാദ് കെ പ്രമുഖ സ്തംഭ് എന്ന് പറഞ്ഞിട്ട് 4 പേരൊക്കെ ഉണ്ട്. അവരെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അവരുടെ പ്രമുഖമായിട്ടുള്ള കൃതികൾ ഏതൊക്കെ വർഷം അല്ലെ, അവർ ഏതൊക്കെ വർഷത്തിലാണ് ഏതൊക്കെ കൃതികളാണ് എഴുതിയിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ओके, प्रगतिवाद की अवधारणा, प्रगतिवादी काव्य और उसके प्रमुख कवि, प्रयोगवाद और नई कविता के कवि. എന്തൊക്കെ കാര്യങ്ങളായാലും നമുക്ക് പഠിക്കാനുള്ള ആധുനിക കാലിൽ തന്നെ നമുക്ക് ദ്വിവേദി യുഗമുണ്ട്, ഛായാവാദമുണ്ട്, പ്രഗതിവാദമുണ്ട്, പ്രയോഗവാദമുണ്ട്. ഈ ഓരോ യുഗത്തിലും വരുന്ന കവികള് അവരെഴുതിയിട്ടുള്ള ബുക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർഷങ്ങളും കൂടിയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് എഴുതാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയുടെ നമ്മുടെ ഈ ഒരു സാഹിത്യത്തിന്റെ നമ്മുടെ വികാസം എങ്ങനെയാണ് സംഭവിച്ചത്, ഏതൊക്കെ യുഗങ്ങളിലായിട്ടാണുള്ളത്, നമ്മുടെ ആദികാല് പഠിക്കണം, ഭക്തികാല് പഠിക്കണം, രീതികാല് പഠിക്കണം, അതുപോലെ തന്നെ ആധുനിക കാലം പഠിക്കണം. ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് എക്സാം അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, യെസ്. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നോക്കിക്കോളൂ, നിങ്ങൾ പലരും ഇങ്ങനെ കുറച്ച് മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇപ്പൊ നോക്കിക്കോളൂ, അധ്യാപനം എന്ന് പറയുന്നത് ഇനി വെറും സ്വപ്നമാകില്ല എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇപ്പൊ വെറും സ്വപ്നമാവില്ല എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കർ വന്നിട്ടുണ്ട്, നമ്മൾ പുതുതായിട്ട് ബാച്ചസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെ. നോക്കിക്കോളൂ, നമ്മുടെ സെറ്റ് അസ്ത്ര 3.0 ഹിന്ദി ന്യൂ ബാച്ച് സ്റ്റാർട്ടഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇപ്പൊ പുതുതായിട്ട് ഒരു ബാച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നല്ല നമ്മൾ തുടക്കം മുതലേ ഇപ്പൊ നമ്മൾ ജൂണിൽ അടുത്തതായിട്ടുള്ള ഒരു സെറ്റ് എക്സാം വരുന്നുണ്ട്. അപ്പൊ ഇതുവരെ നടന്നതൊക്കെ പോയി കുറെ പേർക്കൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആരും ഒന്നും പേടിക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പുതിയ ബാച്ചിൽ നമുക്ക് തുടക്കം മുതൽ നമുക്ക് നല്ല ഗംഭീരമായിട്ട് പഠിച്ചു പോവാം. അപ്പൊ നമ്മുടെ അധ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് വീണ്ടും അല്ലെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മാക്സിമം ആളുകളുടെ അടുത്തൊക്കെ പറയാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നല്ല മിടുക്കറായിട്ടില്ല, നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് പഠിച്ച് നമ്മുടെ സെറ്റ് നമുക്ക് നമ്മുടെ കയ്യിലാക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഹിന്ദി സാഹിത്യത്തിന്റെ ഗദ്യവിധകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഉപന്യാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഉപന്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോവൽ. ഓക്കെ, അപ്പൊ ഹിന്ദി നോവലില് ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കിക്കോളൂ. ഭാരതീയ ഉപന്യാസ് കി അവധാരണ, പ്രേംചന്ദ് പൂർവ് അല്ലെ. അപ്പൊ നമ്മുടെ ഉപന്യാസത്തിലൊക്കെ പ്രേംചന്ദ് ഒക്കെ വന്നതിന് ശേഷമാണ് ഉപന്യാസമൊക്കെ നല്ല ഗംഭീരമായിട്ട് വന്നത്. ഓക്കെ, പ്രേംചന്ദിന്റെ കാലഘട്ടം, അദ്ദേഹത്തിന് മുന്നേ, അദ്ദേഹത്തിന് ശേഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഹിന്ദി കഹാനി നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം അല്ലെ. ഹിന്ദി സ്റ്റോറീസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പഠിക്കണം. ഹിന്ദി നാടകം അല്ലെ. ഹിന്ദി നാടകം നോക്കുന്ന സമയത്ത് അതിന്റെ രംഗമഞ്ച്, വികാസ് കെ ചരൺ, ഭാരതേന്ദു യുഗ്, പ്രസാദ്
ഓരോ യുഗത്തിലും ഇപ്പൊ ഭാരതേന്ദു യുഗില് നമ്മുടെ നാടകത്തിൽ എന്ത് സംഭവിച്ചു അല്ലെ, നാടകത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, പ്രസാദ യുഗിൽ എന്താണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്, പ്രസാദോത്തര യുഗിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, സ്വാതന്ത്ര്യോത്തര യുഗിൽ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ, സാട്ടോത്തർ എന്ന് പറഞ്ഞാൽ 1960 ശേഷം അല്ലെ, ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, പിന്നീട് നയാ നാടക് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ ഓരോ യുഗത്തിലും ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള്, ഓരോ സമയത്തും ഉണ്ടായിട്ടുള്ള കൃതികള്, ഓരോ സമയത്തും ഉണ്ടായിട്ടുള്ള രചയിതാക്കള് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഹിന്ദി ഏകാംഗി നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. കൂടെ തന്നെ നമ്മുടെ ഹിന്ദി നിബന്ധ പഠിക്കണം ആൻഡ് ഹിന്ദി ആലോചന നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ ഹിന്ദി നാടകങ്ങളായാലും ഓരോ സമയത്തും ഹിന്ദിയിൽ ഉണ്ടായിട്ടുള്ള അല്ലെ, ഓരോ യുഗത്തിലും നമ്മുടെ കഹാനികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങള്, കവിതയില്, നോവലില്, അതുപോലെ ഏകാംഗിയില്, ആലോചനയില്, നിബന്ധില്, ഓരോ സാഹിത്യവിധയിലും ഓരോ കാലത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രചയിതാക്കളും അവരുടെ കൃതികളും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികള് ഏത് വർഷമാണ് രചിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. കൂടെ തന്നെ നമുക്ക് രേഖാചിത്രമാണെങ്കിലും സംസ്മരണാണെങ്കിലും യാത്രാ വിവരണമാണെങ്കിലും ആത്മകഥയാണെങ്കിലും ജീവചരിത്രമാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വിധയിലും ഉണ്ടായിട്ടുള്ള, ഓരോ യുഗത്തിലും ഓരോ വിധയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ സെറ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ നോക്കൂ, ഹിന്ദിക്ക പ്രവാസി സാഹിത്യം, പ്രവാസികളുടെ ഒരു സാഹിത്യം കൂടി ഉണ്ടല്ലേ നമ്മുടെ ഹിന്ദിയിൽ, അതിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി സാഹിത്യ ശാസ്ത്രത്തിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കാവ്യകീയ ലക്ഷണം അല്ലെ. നമ്മൾ ലിംഗ്വിസ്റ്റിക്സും ഭാഷാ വിജ്ഞാനമൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നോക്കാം, അലങ്കാര രീതി, ധ്വനി, വക്രോത്തി ഓർ ഔചിത്യ സമ്പ്രദായം, രസ് നിഷ്പത്തി, സാധാരീകरण, ശബ്ദ ശക്തി, കാവ്യ ഗുൺ, കാവ്യ ദോഷ്, പ്ലേറ്റോക്ക് കാവ്യ സിദ്ധാന്തം, ഒരുപാട് കാവ്യ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാവ്യ സിദ്ധാന്തങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ആർസ്തുവിന്റെ ഉണ്ട്, പിന്നെ നമ്മുടെ വേർഡ്സ്വർത്തിന്റെ ഉണ്ട്, കോൾറിഡ്ജിന്റെ, TS ഇലിയറ്റിന്റെ ഉണ്ട്, അയർ റിച്ചർഡ്സിന്റെ ഉണ്ട്. അങ്ങനെ ഓരോരോ ആളുകളുടെ പലരും പല രീതിയിലാണ് അല്ലെ കാവ്യത്തിനെ കുറിച്ചും ഒരുപാട് പല രീതിയിലുള്ള പരിഭാഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രമുഖമായിട്ടുള്ള ആളുകൾ ഓരോ കാവ്യത്തിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുള്ള പരിഭാഷകളൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെ പഠിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് നമ്മുടെ ഈ ഒരു സെറ്റ് എക്സാമിന് അല്ലെ, നമ്മുടെ ജൂണിൽ നമ്മുടെ സെറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള, ഓവറോൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഓരോരോ ഭാഗത്തു നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട, അതുപോലെ തന്നെ ഓരോ ഭാഗത്തു നിന്നും നമ്മൾ എന്തൊക്കെയാണ് അല്ലെ, ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഹിന്ദിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഭാഷാപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഗ്രാമർ ആവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കണം, സാഹിത്യം ആവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കണം, ഏത് വിധകൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓവറോൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രൊമോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇനി ഓരോ ഭാഗത്തു നിന്നും എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുക, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, അങ്ങനെയുള്ള ഡെമോ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.